ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിസിനസ്സുകാർ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം. നമ്മൾ ഏത് മനുഷ്യനോട് ചോദിച്ചാൽ അവരുടെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയാൻ പറ്റും ബന്ധങ്ങൾ ഉണ്ടാക്കി ഇമ്പാക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും അതെന്താ, അതിന് ബിസിനസ്സുകാർ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം, അതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങളാണ് പറയാൻ അതിന് പറ്റിയ ആള്. ഇത് ചിലപ്പോൾ എന്തിനാന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുതിയ അപ്ഡേറ്റ്സ്, പുതിയ ടൂൾസ്, പുതിയ സ്ട്രാറ്റജികൾ, ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ സഹായിക്കും. അപ്പം ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ നോക്കുക ഇതിൽ ഓരോന്നിലും എന്താണ് നമ്മുടെ ഒരു നമുക്കതിൽ എങ്ങനെ തരംതിരിക്കാമെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരൻ നെറ്റ്വർക്ക് വളർത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഏതൊക്കെ തരം നെറ്റ്വർക്കുകൾ എനിക്ക് വേണമെന്നൊന്ന് ചാർട്ട് ഔട്ട് ചെയ്യണം, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെ ലിസ്റ്റിന്റെ പേര് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ VCP എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ബിസിനസ്സുകാർക്ക് നെറ്റ്വർക്കിംഗ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്ന രഞ്ജിത്ത് ഭായ് നെറ്റ്വർക്കിംഗ് ആണ്, അല്ലേ? നെറ്റ്വർക്കിങ്ങിലൂടെയാണ് നമുക്ക് എന്തും സാധ്യമാകുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ബന്ധങ്ങൾ വഴി നമുക്ക് ഏതെങ്കിലും ഒരു ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ ബിസിനസ്സുകാർക്ക് നെറ്റ്വർക്കിംഗ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് അത് പറഞ്ഞിട്ട് ഇനി വേറെ കാര്യം. നെറ്റ്വർക്കിങ്ങിൻ്റെ കേസ് പറയുമ്പോഴും ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇൻ്റർനാഷണൽ BNI എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഓരോ ഗ്ലോബലി ഉള്ളൊരു ഓർഗനൈസേഷൻ. ഞാൻ അതിൻ്റെ ഒരു പാർട്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ചെറിയൊരു ഷോർട്ട് ടൈം ഒരു ലീവ് എടുത്തിരിക്കുന്ന ഒരാളാണ്. രഞ്ജിത്ത് ഭായ് എന്നെ BNI കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. എവിടെ പോയാലും നമുക്ക് നല്ല നല്ല കോൺടാക്റ്റുകൾ കിട്ടാനായിട്ട് BNI ജോയിൻ ചെയ്താൽ പോസിബിളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ BNI ജോയിൻ ചെയ്യിപ്പിച്ച മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രഞ്ജിത്ത് ഭായ് ആണ്. 110 എത്ര ആൾക്കാർ 110 ആളുകളെ ഇദ്ദേഹം BNI ജോയിൻ ചെയ്യിപ്പിച്ചു. ഉദാഹരണം എന്നോട് പറയും ആ ഓർഗനൈസേഷനെ കുറിച്ച്, അപ്പം ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൽ ചേരും. വേറെ ആളോട് പറയും. അങ്ങനെ 110 ആളുകളെ, അത് സിമ്പിൾ ഇൻഫ്ലുവൻസ് അല്ല കേട്ടോ. അത് ഈ BNI ഇപ്പോൾ ഒരുപക്ഷെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കറിയാൻ പറ്റും BNI കുറിച്ച്. ഒരാളൊന്ന് വിസിറ്ററായിട്ട് വിളിക്കാൻ കൈയും കാലം പിടിക്കണം, അല്ലേ? ആ ഒരു അവസരം. പക്ഷേ ഇദ്ദേഹം 110 ആളുകളെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ഇദ്ദേഹത്തിന് ഒരു ഭയങ്കര വലിയ ക്രെഡിറ്റാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള ആരാണ്? ഡോക്ടർ ഐവാൻ മൈസർ, അല്ലേ? മൈസർ വന്നിട്ട് അതിന് അവാർഡൊക്കെ നിങ്ങൾക്ക് തന്ന ആളാണ് രഞ്ജിത്ത് ഭായ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ഭായ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിസിനസ്സുകാർ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. ഒരു ബന്ധവുമില്ല, ഒരു അനക്കവുമില്ല, വീട് ബിസിനസ് പോയി കഴിയുന്ന ആളുകളും ഉണ്ടാകും. എന്നാൽ നെറ്റ്വർക്കിങ്ങിലൂടെ തന്നെ കണക്ഷൻസ് ഉണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് കൂടുതലും ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെയാണ്. എനിക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലേ? അതെന്താ, അതിന് ബിസിനസ്സുകാർ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം, അതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങളാണ് പറയാൻ അതിന് പറ്റിയ ആള്. വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ് വർത്ത് എന്നാണ്. ഒരു വ്യക്തിയുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അയാളുടെ ബന്ധങ്ങളാണ്. ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ഏത് മനുഷ്യനോട് ചോദിച്ചാൽ അവരുടെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയാൻ പറ്റും ബന്ധങ്ങൾ ഉണ്ടാക്കി ഇമ്പാക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എന്താണ് സ്പെസിഫിക് ആയി ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ പലരും അതിനു വേണ്ടി അത്ര അങ്ങ് മെനക്കെടുന്നില്ല എന്നുള്ള സത്യം. അപ്പൊ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ ഈ നെറ്റ്വർക്ക് തന്നെ 2 രീതിയിലുണ്ട്. വൈഡ് നെറ്റ്വർക്ക്, ഡീപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് 2 ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. ഒന്നിങ്ങനെ പരന്ന ബന്ധങ്ങൾ, നമുക്കിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിനെ നമുക്കറിയാം, അല്ലേ? പക്ഷെ അദ്ദേഹത്തിന് നമ്മളറിയോ? അവിടെയാണ് കാര്യം. അപ്പൊ അതായത് നമുക്ക് പരത്തി എല്ലാവരും ബന്ധമുണ്ട്. പക്ഷെ ചിലർക്ക് ഡീപ്പ് നെറ്റ്വർക്കാ. അറിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്ന് മാത്രമല്ല, വളരെ ഡെപ്തില് നമുക്ക് എന്താ വേണ്ടത്, നമ്മളെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ആളെ കണക്ട് വേണ്ടത്, ഇങ്ങനെ അറിയുന്ന സഹായിക്കുന്ന ചില പ്ലാറ്റ്ഫോമുകൾ ഡീപ്പ്. ഇപ്പൊ നമ്മൾ BNI ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്കതിൽ എങ്ങനെ തരംതിരിക്കാന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരൻ നെറ്റ്വർക്ക് വളർത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഏതൊക്കെ തരം നെറ്റ്വർക്കുകൾ എനിക്ക് വേണമെന്നൊന്ന് ചാർട്ട് ഔട്ട് ചെയ്യണം, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെ ലിസ്റ്റിന്റെ പേര് സ്ട്രോങ് കോണ്ടാക്ട് നെറ്റ്വർക്ക് എന്നായിരിക്കണം. സ്ട്രോങ് കോണ്ടാക്ട് നെറ്റ്വർക്ക്. സ്ട്രോങ് കോണ്ടാക്ട് അതായത് ശക്തമായിട്ട് എനിക്ക് നെറ്റ്വർക്ക് ഉണ്ടാകേണ്ട കോണ്ടാക്റ്റുകളെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക.
ഓക്കെ. അതിനുവേണ്ടി സഹായിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഒന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞ BNI പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. അതായത് ശരിക്കും എൻ്റെ ബിസിനസ്സിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാനും ബിസിനസ്സിൽ റെഫറലുകൾ കിട്ടാനോ കോണ്ടാക്ട് കിട്ടാനോ സഹായിക്കുന്ന നെറ്റ്വർക്കുകളുടെ ഒരു കൂട്ടം. ഇതുപോലുള്ള പല സാഹചര്യങ്ങളുണ്ട് ഒരാൾക്ക് ചെയ്യാവുന്ന, അതിനെ ഒരു പാർട്ടാക്കുക. രണ്ടാമത് കാഷ്വൽ കോണ്ടാക്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. കാഷ്വൽ നെറ്റ്വർക്ക്, കാഷ്വൽ കോണ്ടാക്ട്സ് ആണ് അതിൽ. അതായത് പക്ക ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ അറിവ് കിട്ടാനായിരിക്കും, ചിലപ്പോൾ ചില പുതിയ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് പോലുള്ള സ്ഥാപനങ്ങൾ പക്ക ബിസിനസ് എന്ന് പറഞ്ഞ് മാത്രമല്ല, അവിടെയും ബിസിനസ്സും സംഭവിക്കാം. പക്ഷേ കാഷ്വലി നമ്മുടെ സമാനമായ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കണത് ഇതൊക്കെ അറിയാൻ വേണ്ടി അവരുടെ ചില ബിസിനസ് അസോസിയേഷനില്ലേ, ഇപ്പോൾ ഓരോരുത്തരുടെ അവരവരുടെ കർമ്മ മേഖലയിലെ പല ഗ്രൂപ്പുകളൊക്കെ ഇന്നുണ്ടല്ലോ, അസോസിയേഷനുകൾ, അതിലൊക്കെ ഭാഗമാവുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക്. കമ്മ്യൂണിറ്റി അതായത് ഇന്നിപ്പോൾ പല ആളുകൾ അല്ല, നമുക്ക് സാധാരണ റോട്ടറി, ലയൺസ് ക്ലബ്ബ്, ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ചിലർ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട്, സോഷ്യലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലർ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പല ഇനീഷ്യേറ്റീവ്സ്, പല പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്കും ആകാം. ഇനി ഇതൊന്നും അല്ലാതെ ഇന്ന് ടെക്നോളജി ശക്തമായതോടുകൂടി ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ധാരാളം നെറ്റ്വർക്കുകൾ വന്നു. അത് പ്രത്യേകിച്ച് സിഗ് എന്ന് വിളിക്കും, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ മാത്രം കൂട്ടായ്മ, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ മാത്രം, IT പ്രൊഫഷണൽസിൻ്റെ മാത്രം നെറ്റ്വർക്ക്, ലിങ്ക്ഡിൻ ഗ്രൂപ്പുകൾ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ എന്തിനാന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുതിയ അപ്ഡേറ്റ്സ്, പുതിയ ടൂൾസ്, പുതിയ സ്ട്രാറ്റജികൾ, ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ നോക്കുക ഇതിൽ ഓരോന്നിലും എന്താണ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ. കാരണം എനിക്കറിയാവുന്ന പല ആൾക്കാരും, നിങ്ങളിപ്പോൾ എന്നോട് BNI പറ്റി പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് നെറ്റ്വർക്ക് അസോസിയേഷനൊന്നും ഭാഗമല്ല. നെറ്റ്വർക്കിങ്ങിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഡീപ്പ് നെറ്റ്വർക്കിലാണ് വിശ്വസിക്കുന്നത്. ഉള്ളത് ഡീപ്പായിട്ട് ചെയ്യുക, പലതിലും പോയി. പക്ഷേ നമുക്കറിയാവുന്ന പല സുഹൃത്തുക്കളും എല്ലാത്തിലും ഉണ്ട്. എല്ലാ പരിപാടിയും നിങ്ങൾക്കും അറിയായിരിക്കും, പല ആൾക്കാരെ അല്ലെ, ഏതെന്ന് ചോദിച്ചാലും എല്ലാത്തിലും ഭാഗമാണ്, പക്ഷെ ഒന്നിലും വ്യക്തമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. ഡീപ്പ് നെറ്റ്വർക്കാണ് ഒരു ബിസിനസ്സുകാരന് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ VCP എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മൾ എത്രത്തോളം വിസിബിൾ ആവുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചും അതിൽ സ്പെഷ്യലിസ്റ്റ് ആവുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിസിബിലിറ്റി വർദ്ധിക്കും. നമ്മളെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഒരു ക്രെഡിബിലിറ്റിയാണ്. കാരണം എന്നുള്ള ഈ ക്രെഡിബിലിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളുമായിട്ട് സഹകരിക്കാൻ പലരെയും തയ്യാറാക്കുന്ന ഒരു കാര്യം. അതാണ് പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിൽ നമ്മളൊന്ന് നോക്കുക, സ്ട്രോങ് കോണ്ടാക്ട് നെറ്റ്വർക്ക് എനിക്കുണ്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ചിലർക്ക് വേണമെങ്കിൽ കാഷ്വൽ കോണ്ടാക്ട് നെറ്റ്വർക്ക് ആവാം, ചിലർക്ക് ഇനി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം, ചിലർക്ക് ഓൺലൈൻ പ്രസൻസുകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ആവാം. പക്ഷേ ഇതിന് നമ്മളുടെ ഒരു സമയവും നമ്മുടെ പ്രയോറിറ്റിയും എല്ലാം വെച്ച് ഏതിൽ ഭാഗമാവണം എന്നും കൂടെ ചിന്തിച്ചാൽ ഈ നെറ്റ്വർക്ക് ബിസിനസ്സിനും കൂടെ ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ രഞ്ജിത് ഭായ്, ഒരു ബിസിനസ്സുകാരൻ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ, ഡീപ്പ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമാകണം. അതിൻ്റെ BNI പോലുള്ള ഓർഗനൈസേഷൻ വഴി ഞാൻ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മുടെ ബിസിനസ്സിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രോബ്ലംസ് വന്നാൽ ആളുകൾ ഏത് സമയത്തും ഉണ്ടാവും അല്ലേ. അത് ഭയങ്കര അത് നമ്മളൊക്കെ അതിനകത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിൽ ഒരു ഡോക്ടർ വേണമെന്ന് പറഞ്ഞാൽ ഡോക്ടറേയും തരും, ആ ഹോസ്പിറ്റലിന്റെ മുതലാളിനും തരും. ഇന്ന ആള് വിളിക്കും, എൻ്റെ സുഹൃത്താണ് എന്ന് പറയും. അത് പക്ഷെ അതിനെ ആ ഒരു സെൻസിലെടുത്ത് കൊണ്ടുപോകുന്ന അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതും കൂടെ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒറ്റ പോയിന്റോടെ പറയാനുള്ളത്, പല നെറ്റ്വർക്കുകളിലും ഭാഗമായിട്ടുള്ള ധാരാളം പേര് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അവർ ചെയ്യേണ്ട ഒരു കാര്യം, നെറ്റ്വർക്ക് യൂട്ടിലൈസേഷൻ സ്കോർ ഒന്ന് ചെയ്തു നോക്കണം. എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പല നെറ്റ്വർക്കിലും ഉണ്ടായിരിക്കും, പക്ഷെ ഇത് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നു, എന്ത് റിസൾട്ട് ഞാൻ അതിൽ നിന്ന് എടുത്തു എന്നൊന്ന് സ്കോർ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും, ഞാൻ 5 എണ്ണോ 8 എണ്ണോ ഈ വൈഡ് നെറ്റ്വർക്കിൽ പോകണ്ട, പകരം ഡീപ്പിൽ ഇനി പോകാമെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. യെസ്, എന്തായാലും ഇഫ് യു ആർ എ BNI മെമ്പർ, നിങ്ങളൊരു 1-to-1 തയ്യാറാക്കുക. മൂപ്പര് ഡീപ്പല്ല, അതിൻ്റെ അടിയിലെ ബന്ധമുള്ള ഒരാളാണ്. അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമുക്ക് ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മുടെ ആളുകൾക്ക് ഗുണപ്രദമാകുന്ന കോണ്ടന്റുകൾ നമുക്ക് കൊടുക്കണം. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.